വണ്ടി എടുക്കാത്തതിന്റെ പേരിൽ അവൻ തുപ്പിയതാ. തുപ്പിയ സമയത്ത് കൈവച്ചാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. 48 കോടിയോളം രൂപ, ഇത്രയും വലിയൊരു തുക തിരിഞ്ഞു കിട്ടുമെന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്റെ പടച്ചോനെ, ഒരു മനുഷ്യനിൽ ഇത്രത്തോളം വിഷം ഉണ്ടാവും? അബ്ദുൾ റഹീം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 20 വർഷം ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 20 വർഷം ഞാൻ പറയാതെ അറിയാമല്ലോ, നമുക്കൊക്കെ ഒരു റൂമിലൊക്കെ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പോലും ഒന്നുമില്ലാതെ ഒരു ഫോണോ ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. 20 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യൻ അത്രമാത്രം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ചില ആൾക്കാർ പറയാം കൊന്നിട്ടല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കയ്യബദ്ധത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അതുപോലെ തന്നെ വിഷകലയെ ഇഷ്ടപ്പെടാത്തവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് ഒന്നറിയാൻ വേണ്ടിയാ. ഇഷ്ടപ്പെടുന്നവർ ഡിസ്ലൈക്ക് അടിച്ചു. വിഷകര ഇഷ്ടപ്പെടാത്തവർ മാത്രം ഒന്ന് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അവരെക്കുറിച്ചുള്ള അഭിപ്രായം ഞാനിപ്പോൾ ഒരു 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. 3ാമത്തെ വീഡിയോ. കാരണം ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നപ്പോൾ അതിനെ പോലും പുച്ഛിച്ച് തള്ളുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഒരു യൂട്യൂബർ ഉണ്ട്, സുജിത്ത് എന്ന് പറയുന്ന ഒരുത്തരും. അവനൊരു ഇൻസ്റ്റാഗ്രാമിൽ അവനൊരു വീഡിയോ ഇട്ടു. അവനൊക്കെ ആൾക്കാർ പൊങ്കാലി ഇടുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ ജനങ്ങൾ 34 കോടി രൂപയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിലും 48 കോടി രൂപ കിട്ടി. പ്രത്യേകിച്ച് കൈയടിക്കേണ്ടത് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടിയാണ്. അദ്ദേഹം ഇതിനൊക്കെ വേണ്ടി ഒരുപാട് നടന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹത്തിനെ കളിയാക്കി കോമാളിയാക്കി പല രീതിയിലും ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത കുറേ നന്മകളുണ്ട്. അതിൻ്റെ ഫലമാണ് നമുക്ക് എന്താ പറയുക. ആരെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങി ഓടിയിട്ടുണ്ടോ? ആരെങ്കിലും ഇതിനു വേണ്ടി? അദ്ദേഹം ഓടി, ഇതിനു വേണ്ടി ഓടി നടന്ന് എല്ലാവരും കളിയാക്കി കൂവി. ഇന്നൊരുത്തൻ്റെ ജീവിതമാണ് തിരിച്ചു വന്നത്. 20 കൊല്ലം ആ ഉമ്മ കാത്തിരുന്നത്. ആ ഉമ്മയുടെ സന്തോഷം നിങ്ങൾ കാണണം. ഓക്കെ, ഞാനൊരു വീഡിയോ വെച്ച് തരാം. ഉസ്താദ് അൻസാരി പറയുന്ന വീഡിയോ ഉണ്ട്, പിന്നെ ഈ പറയുന്ന റഹീമിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചെറിയൊരു സീനാണ്. ഇത് ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് കൈവീശി അന്തസ്സോടെ നടക്കാം ഒത്തൊരുമയുടെ കാര്യത്തിലാണ്. പക്ഷേ ഈ വിശകല പോലുള്ള ടീംസുകളും പിന്നെ ആവശ്യമില്ലാതെ വർഗീയതയൊക്കെ പറഞ്ഞു നടക്കുന്ന അവരാണ് സത്യത്തിൽ നമ്മുടെ നാടിന് ശാപം. റിയൽ കേരള സ്റ്റോറി എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരുപാട് സ്റ്റോറികളുണ്ട് നമുക്ക് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരുപാട് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തരാം. സത്യം പറയല്ലോ, ആ ഒരു സാധനം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അൻസാരി പറയുന്ന കാര്യങ്ങൾ വെക്കാം, അദ്ദേഹം പറയുന്നത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റഹീമിന് ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തൊക്കെ. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും അങ്ങനെ സബ് ചെയ്യാറൊന്നുമില്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്തൊക്കെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവരെ വെറുക്കുന്നവർ ഒന്ന് ലൈക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തു. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം. അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട ഗൾഫിലെ ജയിലിൽ കിടക്കുന്നില്ല. ആ പുള്ളി ഇറക്കാൻ വേണ്ടിട്ട് 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബോച്ചയും അതിലൊക്കെ പിരിക്കാൻ ഇറങ്ങിയില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഏകദേശം തയ്യാറായില്ല. അതുപോലെ എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുത്തായിരുന്നു. അതെ, അത്യാവശ്യമാണ്. ലാസ്റ്റ് തികയുന്നതിന് മുമ്പ് നീ പൈസ ഇതിനകത്ത് നിന്റെ ഫോണിൽ നിന്ന് എടുത്ത് അയച്ചു കൊടുക്കുക. ആ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കണ്ടില്ലേ? നിങ്ങളൊന്ന് നോക്കിക്കാതെ. ഇതിന് എന്താ പറയാ, നീ 3000 വന്നത് എന്റെ കയ്യില. അത് എനിക്ക് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് അവിടെ ചെല്ലുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ പേരില്ല. എടാ, ആ 34 കോടിയിൽ എന്റെ കാശൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കാണല്ലോ എനിക്ക്. ബാക്കിയൊക്കെ പുള്ളിയും തമ്മിലല്ലേ. അങ്ങനെ അറിയടാ നമ്മുടെ ഉള്ളെന്താന്ന്. ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് തമിഴന്മാർ ഇന്റർവ്യൂ കണ്ടപ്പോഴും നമ്മൾ മലയാളികളുടെ ഒത്തൊരുമയെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നുണ്ട് ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. അതിനേക്ക് ഇതുപോലുള്ള വർഗീയതാവാദികളൊക്കെ കൂടെ ഞാൻ പറയാമല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടിയല്ല ഇവിടെ പ്രശ്നം, ഇതുപോലുള്ള ആൾക്കാരാണ് പ്രശ്നം. കാലം മാറുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കണം. പഴയ കാര്യങ്ങളൊന്നും വെച്ച് സംസാരിക്കരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇനി ആ ഉസ്താദ് പറയുന്നതിൻ്റെ അതൊന്ന് വെച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂവിലോട്ട് പോവാം. ഓക്കെ, ഇകത്തൂടി പോലെ വിഷം കിട്ടി നമ്മൾ മരിച്ചു. ഇത് പൊട്ടിത്തെറിക്കുന്ന അംശമാണ്. ഈ വിഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി ഒന്ന് ആലോചിച്ച് നോക്കി. കേരളക്കരെ ഒട്ടാകെ സന്തോഷിക്കാണ്. ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും. റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കയ്യബദ്ധം പറ്റിയാണ്, മനഃപൂർവ്വം അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയാണ്. ഒരു കുട്ടി, ഭിന്നശേഷിക്കാനായ ഒരു കുട്ടി മരിക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി അർപ്പിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം 20 കൊല്ലക്കാലം അദ്ദേഹം ജയിലിൽ കിടന്നു. അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പലതും അദ്ദേഹം കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാലം അത്രയും അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു.
ആ മനുഷ്യൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ വയോവൃദ്ധയായ മാതാവ് കണ്ണീരോടുകൂടി പ്രാർത്ഥനയോടുകൂടിയും അപേക്ഷയോടുകൂടി കാത്തിരിക്കാം. ആ മനുഷ്യൻ ജയിൽ മോചിതനാകുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷത്തിലാണ്. അപ്പൊ വിശപ്പാമ്പിൽ ഒന്ന് പറയാണ്, കേരളക്കര ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമുണ്ട്, കൊലയാളിയല്ലേ? ഓ, പൂവിനെയും മണ്ണിനെയും തീനെയും മാത്രം സ്നേഹിച്ച ഒരു ജന്മം. എത്ര മാനവികമാണെന്നറിയാം അവരുടെ സ്നേഹം. ദുബായിൽ ചെക്ക് കേസിൽ വെള്ളാപ്പള്ളിയുടെ മുൻ തുഷാർ വെള്ളാപ്പള്ളി കിടന്നപ്പം യൂസ് വഴി ഇറക്കാൻ പോയല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തിനാ കുറ്റവാളി ഇറക്കുന്നത് നിങ്ങൾക്ക് തോന്നൽ വന്നില്ലേ? ഫഹദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള കുഞ്ഞുമോനെ കഴുത്തറുത്ത് മദ്രസ മുമ്പ് കഴുത്തറുത്താവുന്നത്. ആ കൊലയാളിക്കെതിരെ നിങ്ങൾ വല്ലതും പറഞ്ഞിരുന്ന? അത് വിദേശത്തല്ല സ്വദേശത്തായിരുന്നു. ജുനൈദ് എന്ന് പറയുന്ന കുഞ്ഞുമോൻ ഇതുപോലൊരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ വേണ്ടി പോയപ്പോ ആ പാവപ്പെട്ട ചെറുക്കനെ ട്രെയിൻ വെച്ച് തന്നി കൊന്നപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നിയ? ഹിന്ദുക്കൾക്കാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഓരോ കഥകൾ പറയാൻ വേണ്ടി. ഈ മുതിർന്ന് നിൽക്കുന്ന ഈ മതം മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ചർച്ച ചെയ്ത് പിന്നെയും വരുന്ന തലമുറയും കൂടെ ഇൻജെക്ട് ചെയ്ത് വെക്കാന്ന് പറയുന്നില്ലേ, അതുപോലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വിശകല മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചില ആൾക്കാർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ജെനുവനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യത്തിൽ. അൻസാരിയുടെ കാര്യത്തിലാണ് ഞാൻ പുള്ളി അങ്ങനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തൊന്നുമല്ല, ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നതിലൊക്കെ പക്കയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വിശകല ഓവറായിട്ട് വരികയാണ്, ഓവറായിട്ട്. അതിപ്പോൾ പല കേസുകളിലാണെങ്കിൽ പോലും മുസ്ലിംസിന് എവിടെയെങ്കിലും ഒരു വലിയൊരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടുവാണെങ്കിൽ അപ്പോൾ ആ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പടച്ച് വിട്ട് പുള്ളിയുടെ രീതിയിൽ കൂടെ പുള്ളി അങ്ങ് സംസാരിച്ച് വെറുപ്പിച്ച് കളയും. ഓക്കെ, ഇദ്ദേഹം പറയുന്ന ബാക്കി കൂടെ ഞാൻ വെക്കാം. എന്തിനേറെ ഇന്ന് വരെ ഹെൽമെറ്റ് വെക്കാത്തതിന് പേരിൽ 500 രൂപ പെറ്റി പോലും അടച്ചിട്ടില്ലാത്ത റിയാസ് മൗലവി, അദ്ദേഹത്തിന്റെ വിധവയുടെ കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? ഒന്നും ചെയ്യാതെ ഒരു പാവം പള്ളിക്കടന്ന് തുടങ്ങി, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അയാൾ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. ആ പാവപ്പെട്ട മനുഷ്യനെ പള്ളിയിൽ കയറി കഴുത്തറത്ത് കൊന്നിട്ട് അതിന്റെ പ്രതികള് നിർലോഭം ഇറങ്ങിയല്ലോ, ഉപാധികളില്ലാതെ ജാമ്യം അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനവികത. ആ സ്ത്രീ എന്ന് റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ വാപ്പാനെ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് വേദന ഒന്നും ഉണ്ടായില്ലേ? IS സ്ത്രീ നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കുക. ഞാൻ ഇങ്ങനത്തെ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നാണോ മാനോ ഉടുപ്പെന്ന ഒരു സാധനം ഇല്ല. ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെ ആണോ? അതൊട്ടുമില്ല. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന അറിയാലോ, അത്യാവശ്യം ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർ ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ചെന്ന സമയത്ത് ഒരു ഭജന പാടിയിട്ടുണ്ടായിരുന്നു. അത് തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഇവർ വന്നപ്പോഴത്തേക്ക് വണ്ടി ഒതുക്കാൻ വേണ്ടി സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ദീപം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ, അത്രയൊക്കെ സഹായം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയപ്പോഴത്തേക്ക് പശകല വന്നിട്ട് അങ്ങ് തുടങ്ങി ഇവിടെ വർഗീയത എടുത്തിട്ട് ഇട്ട്. നമ്മുടെ കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നാണോ മാനവില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? ഞാനൊരു ഹിന്ദുവാ, എനിക്ക് പോലും നാണക്കേടായിട്ട് വരികയാണിത്. ഇപ്പൊ ജാതി മതം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്. എനിക്കിത് ഏറ്റവും കൂടുതൽ നാണക്കേട് വന്നൊരു സംഭവമാണ് ഈ വശകളുടെ ഈ ഒരു രീതി കണ്ടപ്പോൾ. ഇതൊരിക്കലും പുറക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കേസുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഇവരൊന്നും വെച്ച് പൊറപ്പിക്കാനും പാടില്ല. നാടിന് പോലും ശാപമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവരൊരു പോസ്റ്റ് ഇട്ട്, അവരൊരു നന്ദഗോവിന്ദൻസ് പോസ്റ്റ് ഇട്ട് അവരെന്താ പറയണ്ടേ, നല്ല രീതി അങ്ങ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് മാന്യമായിട്ട് തന്നെ അവർ പറഞ്ഞു, നമ്മുടെ കുട്ടികളാണ്. എന്ത് നമ്മുടെ കുട്ടികൾ? എന്ത് നമ്മുടെ കുട്ടികൾ? വിവരദോഷി. അത് മനുഷ്യരൂപം പൂണ്ട വേറെ എന്തോ ജന്മമാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പൊ നിമിഷപ്രിയ അവര് ഇതുപോലെ അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നു. എന്നിട്ടും നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം പല ആളുകൾ വിടപെട്ടപ്പോഴേക്കും കേരളം ഒട്ടാകെ ആഘോഷിക്കുന്നറിയോ? മനുഷ്യന്റെ ദുർബല സാഹചര്യത്തിൽ അങ്ങനെ പലതും പറ്റും. അതിന് പകരം ഒരു ജീവൻ കൊടുക്കലല്ല, അതിന് പകരം ജീവൻ കൊടുത്താൽ അത് മതിയാവൂല. അതേസമയത്ത് അയാൾ രക്ഷപ്പെടട്ടെ, അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മളൊക്കെ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും സംഘപരിവാരകാർ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രക്ഷപ്പെടട്ടെ, ആ കൊല്ലപ്പെട്ടവന് പകരം ഇവരുടെ ജീവൻ കൊടുത്തോണ്ട് കാര്യമില്ലെന്നല്ലേ മലയാളിയുടെ വികാരമല്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാം? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി പോകും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ള ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എതിർപ്പൊന്നുള്ളതോടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീ ആയി പോയത്? ഇവിടെ നിങ്ങൾ അതേ പ്രായമുള്ള എത്ര മനുഷ്യരുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടെ എനിക്കൊന്ന് വെച്ചോണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ വിഷം തള്ളുമെങ്കിലും നിങ്ങളത്രയും ഈ കേരള പൊതുസമൂഹത്തിൽ നിങ്ങളത്രയും ഈ വിഷം. അല്ല, അത് സത്യമാണ് ഇവർ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനൊക്കെ ഭേദമാണ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ. അവർ കുറച്ച് കള്ളങ്ങളൊക്കെ കാണിക്കാറുള്ളൂ. കള്ളം കാണിച്ചുള്ള പരിപാടികളും മാറ്റി പറയുന്ന പരിപാടികളൊക്കെ കൂടുതലും. പക്ഷെ ഇവർ വിഷവാ, ഇവരാണ് പോയിസൺ എന്ന് പറഞ്ഞ എൻ്റെ പൊന്നോ. അത് അൻസാരി പറഞ്ഞത്, ഉസ്താദ് പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. ഉള്ളത് കാര്യം പറയാലോ. ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഇന്ന് കണ്ടില്ല കേരളക്കാരുടെ ആഘോഷം എന്താ?
ഈ മനുഷ്യർക്കാർക്കും ഹൃദയമില്ലാത്തവരാണ്. ഹൃദയമില്ലാത്തത് കൊണ്ടല്ല, അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ വയോവൃദ്ധ ആരാണ് ആ ഉമ്മാനെ സംരക്ഷിക്കാനുള്ളത്? ഇപ്പോഴല്ലേ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ കൂടുതലും ഇതാവാൻ തുടങ്ങിയത്. ഒരു 5 വർഷമായെന്ന് കൂട്ടിക്കോ. 5. ഞാൻ 2013 ഇൻസ്റ്റാഗ്രാം ആദ്യം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഏരിയ എനിക്ക് തോന്നുന്നു ഞാനാണ് തോന്നുന്നത് ആദ്യം ഇൻസ്റ്റ തുടങ്ങിയത്. അന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പായിട്ടായിരുന്നു ഇത് തുടങ്ങിയത് തന്നെ. ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇവിടെ വേറെ പണിയില്ലെന്ന്. ഇപ്പോൾ എല്ലാ ആണത്തിൻ്റെ ഇൻസ്റ്റയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇതുപോലത്തെ വീഡിയോസുകൾ കാണുമ്പോൾ ഇതിൻ്റെ താഴെ മൊത്തം നെഗറ്റീവ് കമൻസൊക്കെ 20 വർഷം കഴിഞ്ഞിട്ട് വരില്ല ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ കേരളം പൂട്ട് പൂജിക്കുന്നതെന്ന് ആ ഒരു സ്റ്റോറി അറിയണമെങ്കിൽ എന്താണ് ഈ പറയുന്ന വ്യക്തിയെന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിനകത്ത് ഈ പറയുന്ന അബ്ദുൾ റഹീമിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകളുണ്ട്. സത്യം മനസ്സിലാക്കുമ്പോൾ ഈ കുറ്റം പറഞ്ഞവർ പോലും ആ ഒരു വ്യക്തിക്ക് വേണ്ടി കൈയടിക്കും. പിന്നെ വിശകലെ പോലുള്ള പല തന്തയ്ക്ക് പറക്കാത്തവർ വന്നിട്ട് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യും. അത് ഇൻജക്റ്റ് ചെയ്ത് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ഇതുപോലുള്ള വിശകലെ പോലുള്ളവരെ അടുപ്പിക്കാതിരിക്കുക. ബാക്കിയും കൂടെ വെക്കാം. ആ സ്ഥാനത്ത് നമ്മളാണെന്ന് ചിന്തിച്ചു നോക്കി. ആ ഉമ്മാടെ കൈ കൊണ്ട് ഒരിറ്റ് ചോറ് ഇങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത്, ആ കഴിക്കുന്ന സമയത്ത് ആ മോന്റെ കണ്ണീരുകൾ കണ്ട. ഇത് പങ്കുവെക്കുന്നത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലെന്നേ, നാനാജാതി മനുഷ്യർ. എന്തുകൊണ്ടറിയോ? മനുഷ്യർക്ക് മനുഷ്യരുടെ വികാരം മനസ്സിലാവും. പക്ഷേ മനുഷ്യരുടെ മുമ്പുള്ള മൃഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് ഓൺലി ബട്ട് ആൽസോ. ഫോട്ടോ എടുക്കലും ഓക്കെ, അദ്ദേഹം പറയുന്ന എല്ലാവരും കേട്ടില്ല. ഇനി നമുക്ക് അബ്ദുൾ റഹീം എന്താണ് പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഇന്റർവ്യൂ 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ മൊത്തം പുള്ളിയെ പൊതിഞ്ഞെങ്കിലും പുള്ളിക്ക് ഒരു അക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അറിയാലോ, ഒന്നാമത് അദ്ദേഹത്തിന് എല്ലാവരെയും കണ്ടതിന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ. പിന്നെ ഉമ്മ വാരി കൊടുത്തത് എൻ്റെ പൊന്നോ, ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു സീന് കണ്ടപ്പം ഇവിടെ എൻ്റെ അമ്മ കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു ഭയങ്കര ഇതായിട്ട് തോന്നി. എന്നിട്ട് എന്നെ കുത്തുകയൊക്കെ ചെയ്തു. കണ്ടോടാ 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 എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞു നിൽക്കാൻ എന്റെ കൂടെ എടുത്ത വിഗ്രഹത്തിലെ ഒരുപാട് ആൾക്കാരെ വധിച്ചു നടപ്പാക്കിയാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഏറ്റെടുത്തൊരു സംഭവത്തിൽ മലയാളികളെ ഒരുപാട് സ്വപ്നമായിട്ടാണ് കയറി പോയത്. സ്വപ്നമെല്ലാം അണഞ്ഞു. 20 വർഷത്തെ ഒരു ജയിൽ ജീവിതമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ വളരെ കുറവായിരുന്നു തുടക്കത്തിലെല്ലാം. അവസാന ഘട്ടത്തിലാണ് ഒരു പ്രതീക്ഷ കിട്ടിയത്. അതിനുവേണ്ടി എല്ലാ സഹകരണവും ചെയ്ത ഇന്ത്യൻ എംബസിയും നിയമസഭാ കമ്മിറ്റികളും ജനങ്ങളും 2024 ഡിസംബറിൽ ഇദ്ദേഹത്തിനെ വിട്ടയക്കും, അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റായി എന്ന് പറഞ്ഞ് പിന്നെയും നീട്ടി 1.5 വർഷത്തോളം. ആ ഒരു കാത്തിരിപ്പ്, ആ ഉമ്മയുടെ കാത്തിരിപ്പും ഉമ്മ പോയതും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവാണെങ്കിൽ. അതിനിടയ്ക്ക് അബ്ദുൾ റഹീം പറഞ്ഞ് എനിക്ക് ഉമ്മയെ കാണണ്ടെന്ന് വരെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ ആ പുള്ളിയെ വിമർശിച്ച് കുറെ ആൾക്കാർ ഈ ഡാഷ് മോന് വേണ്ടിയായിരുന്നു നമ്മൾ ഈ പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കി എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ കമന്റും കാര്യങ്ങളൊക്കെ ഇടുവന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ മൊത്തം പോസ്റ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ആ ഉമ്മയെ കണ്ടാൽ ഉമ്മ കരയും. ഉമ്മ കരഞ്ഞ് ഉമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അവർക്ക് ഫോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും. ചില അറിയാലോ, റീചാർജ് ചെയ്യാൻ കൂപ്പൺ, നമ്മുടെ പഴയ കൂപ്പണൊക്കെ ഇല്ല, അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഇറാനിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ബംഗാളികളെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് അവിടെ ഉള്ളവർ നമ്മളെ കാണുന്നത്. അത് ഞാൻ പുറത്ത് പോയപ്പോൾ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. ഒരുത്തൻ്റെ അണ്ടറിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു പട്ടി വിലയാണ് നമുക്ക് തരുന്നത് ചില സമയങ്ങളിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല, അപ്പം ഞാൻ ആലോചിച്ച കാര്യം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ വരുന്ന ബംഗാളികൾക്ക് ഇവിടെ നമ്മൾ ഇതുപോലൊക്കെ തന്നെ വലിയ വാല്യൂ ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പിന്നെ അങ്ങനെ കാണുകയും ചെയ്യണം, ചില ആൾക്കാരെ സൂക്ഷിക്കുകയും വേണം. കാലമാണ്, നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അങ്ങനെയുണ്ട്. എന്തിനും ഓരോ ലിമിറ്റും കാര്യങ്ങളും ഇട്ട് മുന്നോട്ട് പോകാൻ വേണം. ബാക്കിയും കൂടെ വെക്കാം. പ്രതീക്ഷ നൽകിയതും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന സൂചന നൽകിയതല്ല അവസാന ഘട്ടത്തിൽ. അതിനു മുമ്പ് യാതൊരു പ്രതീക്ഷയും നാട് കാണാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. ബാക്കിയെല്ലാം അങ്ങോട്ടായിരുന്നു. മോചനം സാധ്യമാക്കിയ ജനങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഭാ കമ്മിറ്റികൾക്കും സഹായിച്ച ജനങ്ങളുടെ ഒരു ഉത്തരവ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എല്ലാവർക്കും നന്ദി കടപ്പാടും. ആദ്യത്തെ ഒരു ഗൾഫ് യാത്രയായിരുന്നു തോന്നുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്? ആദ്യത്തെ ഗൾഫ് യാത്ര നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രയൊക്കെ സ്വപ്നങ്ങൾ കാണും. 20 കൊല്ലം മുമ്പ് പോവുകയാണെങ്കിൽ തന്നെ ഗൾഫിൽ പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെയൊക്കെ നാട്ടുകാർക്കൊക്കെ ഉത്സവം പോലെയാണ്. അവൻ ഗൾഫിൽ പോയി എന്നും പറഞ്ഞു. പക്ഷെ അവിടുത്തെ ചൂടും കാര്യങ്ങളും കഷ്ടപ്പാടും ഒന്നും ഒരു മനുഷ്യനെ അറിയത്തില്ല. ഞാൻ കുറച്ച് നാളെ ഉള്ളെങ്കിലും എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഉമ്മ സ്വപ്നം കാണും, വലിയ വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും, വീട്ടിലെ കടങ്ങളും ഒക്കെ കാണും. അതൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് പെട്ടുപോയത് 20 കൊല്ലം. കാണുന്നവർക്ക് ഒരു രീതിയിൽ കാണാം, ഇത് മാത്രമേ ഉള്ളൂ. 20 കൊല്ലം ഒരാളെ കൊന്നിട്ടാണ് അവൻ വന്നതെന്നുള്ള രീതിയിലെ പുച്ഛമൊക്കെ കൊടുക്കുമ്പോഴേ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചിലപ്പം ഒരു മനുഷ്യർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ, പ്രത്യേകിച്ച് ശശികലയെ പോലുള്ള നാറുകൾക്കൊക്കെ. 24 വയസ്സായി. വീട്ടിലൊരു സാഹചര്യം കൊണ്ടൊക്കെ കൊണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകാൻ. ആ സമയത്ത് എല്ലാവർക്കും ഒരു
ആഗ്രഹമാണ് വിദേശത്ത് പോകാൻ. പോയി 1 മാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഡ്രൈവിംഗിലായിരുന്നോ ജോലി ഉണ്ടായിരുന്നു? അതെ. ഇപ്പം മോചനം കിട്ടി തിരിച്ചു വരുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയെ സ്വയം മനസ്സിലാക്കുന്നത് ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും. വണ്ടി എടുക്കാത്തതിന്റെ പേരിൽ തുപ്പിയതാണ്. ഒരു സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊടുത്തത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോ നമ്മള് തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവന് ഹോസ്പിറ്റലിലോട്ടും എന്റെ ജയിലിലോട്ടും ആരും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ അല്ലേ? പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്ററിനും ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. മരണത്തിന് തുല്യനീതി വേണമെന്ന് പറഞ്ഞിട്ട് 48 കോടിയോളം രൂപ അല്ലെ? ഇത്രയും വലിയൊരു തുക പിരിഞ്ഞു കിട്ടുമെന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരു പ്രതീക്ഷയും ഇവിടെ എങ്ങനെയാണത് പിരിച്ചതും ജനങ്ങൾ എങ്ങനെ അറിയാൻ സാഹചര്യം അവിടെ വളരെ കുറവായിരുന്നു. കാരണം മൊബൈൽ ഫോണോ അല്ല ഇന്റർനെറ്റ് സൗകര്യം ഒന്നുമില്ല ജയിലില്. വല്ലപ്പോഴും ഔട്ട് ഗോയിങ് കോൾ വിളിക്കാൻ പറ്റുന്ന, അതായത് 15 മിനിറ്റ് വിളിക്കാൻ പറ്റുന്ന ഒരു അവസരം മാത്രം. വീട്ടിൽ വിളിക്കാം, എംബസി വിളിക്കുന്ന അന്നേരം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയ സമയത്താണ് ജനങ്ങൾ മൊത്തം ഇത്രയും എമൗണ്ട് ഇവിടെ സ്വരൂപിച്ച കാര്യങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ജയിലിലുള്ള ആദ്യകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ വീട്ടിലൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നു? ആദ്യകാലങ്ങൾ ബോച്ചയ്ക്ക് തന്നെയാണ് ഇവിടെ കൈയടി കൊടുക്കേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ചില കേസ് കെട്ടിലും പിള്ളേരെ ഡബിൾ മീനിങ്ങിനും കാര്യങ്ങളൊക്കെ നമ്മളും ചില കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ്, ഈ നെഗറ്റീവ് ആവുന്നതിന് മുമ്പ് പുള്ളി ഏറ്റവും വലിയൊരു സംഭവം ചെയ്തു വെച്ച ഈ ഒരു കാര്യമാണ്. അത് ഞാൻ കോഴിക്കോട് മലപ്പുറം നിന്നല്ല, ഞാൻ ട്രെയിൻ കയറാൻ നിന്നപ്പോൾ ഇയാളുടെ എൻട്രി കണ്ടിട്ട് തന്നെ അവിടുത്തെ ആൾക്കാർ എന്തുമായിരുന്നു പുള്ളിയോടുള്ള സ്നേഹവും കാര്യങ്ങളും ബഹുമാനവും ഒക്കെ. നമ്മളൊരു കോമഡി പീസായിട്ട് കണ്ടെങ്കിലും പുള്ളി ഒരു വേറെ ലെവലായിരുന്നു. ഉള്ള കാര്യം പറയാലോ. അദ്ദേഹത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടി കൊടുക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ ഇവിടെ ഇരുന്ന് ഈ മാതൃഭൂമി ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നെങ്കിൽ അത് ബോച്ച തന്നെയാണ്. ഇപ്പം ഇനി അദ്ദേഹത്തിന് ജോലി വാഗ്ദാനം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 കൊല്ലം കഴിഞ്ഞതല്ലേ, ഇനി ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണം. ബോച്ചയുടെ ഒരു സ്റ്റൈൽ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോണൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഫോണ് ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും ലീഗലല്ലാതെ കുറച്ച് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് സൗദികളെ അവിടുത്തെ സ്വദേശക്കാര് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നീട് സ്വദേശിയും വിദേശിയും വേർതിരിച്ചതിന് ശേഷം യാതൊരു സാഹചര്യം മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും. 20 കൊല്ലം എന്ന് പറയുന്നത് വലിയ ഒരു കാലയളവാണ്. ഈ കാലയളവില് നമുക്ക് അവിടെ ജയിലിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? എന്തായിരുന്നു അതിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു? ജോലിയോ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഭാഗത്ത് ജോലികളും ഭക്ഷണം കഴിക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ, ഉറങ്ങാൻ. വീട്ടിലൊക്കെ എങ്ങനെ പിന്നെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? പുറത്തുനിന്ന് സുഹൃത്തുക്കളും മറ്റുള്ളവരും കാർഡ് വാങ്ങിച്ചിരുന്നു, റീചാർജ് കാർഡ്. ആ കാർഡ് വെച്ചിട്ട് വിളിക്കല്. പിന്നെ അവസാന സമയത്ത് നിയമസഹായ കമ്മിറ്റികളും സഹായത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ജയിലിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാർ പുറത്തു പോയിട്ട് അവരും ഒരുപാട് സഹായങ്ങൾ ചെയ്തവർക്ക്, നേരിൽ കാണാത്ത ഒരുപാട് ആൾക്കാർ, വേറെ ജില്ലക്കാരും വേറെ ദേശക്കാരും ജയിലിൽ വന്ന് പുറത്തിറങ്ങിയിട്ട് അവർ പുറത്തുനിന്ന് സഹായം ചെയ്തു. കാരണം അതിനുള്ളിൽ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയ വ്യക്തികൾ 6 മാസം 1 വർഷം കിടന്നവരുണ്ട്, മലയാളികളായി. അവർ പുറത്തിറങ്ങിയിട്ട് വേണ്ട ആവശ്യങ്ങൾ പുറത്തുനിന്ന് അവർ. നമ്മുടെ അടുത്തൊരു ചേട്ടനെ ഇങ്ങനെ ജയിലിൽ കിടന്നായിരുന്നു. അപ്പം റൂമൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. സൗദിയിലല്ലേ, ദുബായിലായിരുന്നു എന്ന് തോന്നുന്നു. നീളക്കുറവും, നമ്മൾ കുനിഞ്ഞ് വേണം പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ അവർക്ക് ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ജോലി, ഫോൺ വിളിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരു ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ തന്നെ അവസാനം എന്താ പറയണ്ടേ, ആ മരണപ്പെട്ട ആളിൻ്റെ ഫാമിലി ഒന്നും ഈ ഒരു കാര്യത്തിൽ തിരക്കാനോ ഒന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്ര വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെയും അബദ്ധത്തെ പറ്റിയൊരു സംഭവമാണ്. സിറ്റുവേഷൻ കൊണ്ട് അബദ്ധം കൊണ്ട് അങ്ങോട്ട് പറ്റിയൊരു കേസ് കേട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കൂടെ വെക്കാം. ജയിലിലുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇവിടുത്തെ പോലെ തന്നെയാണോ? നമുക്ക് അറിയില്ലല്ലോ. ജയിൽ കുഴപ്പമില്ല, എല്ലാം ജയിൽ തന്നെ. തടവറ, പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയ സമയത്ത് കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ടാണ് കൊണ്ടുപോകാറ് കാര്യങ്ങൾ. സെക്യൂരിറ്റി അവിടുത്തെ നിയമത്തിന് അവര് അതിനായ രീതിയിൽ നടത്തുന്നു. ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഇല്ല പുറത്തിറങ്ങി, അത് കോടതി പോകുന്ന സമയത്തോ അല്ല ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തോ ഒക്കെ വിലങ്ങ് വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അകത്ത് ഫ്രീ ആണ്. മലയാളികൾ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഗൾഫ് നാടുകൾ കുറച്ചും കൂടി നമുക്ക് ആക്സെപ്റ്റൻസ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അല്ല മലയാളി ആയതുകൊണ്ട് മാത്രം അങ്ങനെ എന്തെങ്കിലും? എല്ലാ കേസുപ്പെട്ടവർക്കും
ഒരേ മാതിരിയാണ്, ഒരേ ഡ്രസ്സ്, ഒരേ ഭക്ഷണം. മലയാളിക്ക് വേറെ ഭക്ഷണം, എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ്, യൂണിഫോമാണ്, ഒരേ ഭക്ഷണം എല്ലാവർക്കും. കൂടെയുള്ള ആളുകൾക്കൊക്കെ ഈ വധശിക്ഷ ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അടുത്ത സമയത്ത്. അതെ, അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവോ? ചിലർക്ക് കൊണ്ടുവന്നേ അറിയാൻ പറ്റും, ചിലർക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അറിയാൻ പറ്റും. അറിയോ നിങ്ങൾ ചെയ്തു ഇങ്ങനെ ആളുകളെ ചെയ്തു എന്നൊക്കെ? അതൊക്കെ ഒരു മാസം മുമ്പേ അറിയാൻ പറ്റും. അതിന്റെ മുമ്പ് പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കാൻ ഫോട്ടോസ് എല്ലാം എടുക്കും, ഫിംഗർ എല്ലാം എടുക്കും. ഏത് ദിവസം എന്നുള്ളത് ചിലർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവും, ഏത് നിമിഷം ഉണ്ടാവും. പിന്നെ അതെല്ലാം റെഡി ആയത് അവസാന നിമിഷം ഫോട്ടോ എടുക്കലും ഫിംഗർ വെക്കലും എല്ലാം കഴിഞ്ഞ് നിൽക്കല് ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ആ സമയത്താണ് എന്റെ കൂടെ എടുത്ത ഫിംഗർ എടുത്തിലെ ഒരുപാട് ആൾക്കാരെ വധശിക്ഷ നടപ്പാക്കിയത് ബംഗ്ലാദേശ് പൗരന്മാർ. നമുക്ക് അറിയാത്തോണ്ടാണ് ഇപ്പൊ കൂടുതൽ ഇവിടുത്തെ ആളുകൾക്കും വലിയ പരിചയം ഉണ്ടാവില്ല. എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരണത്തിന് തൊട്ട് മുൻപേ രക്ഷപ്പെട്ടെന്ന് പറയാം. ആ ഒരു സിറ്റുവേഷൻ എന്റെ പൊന്നെ ഓർക്കാൻ പോലും പറ്റത്തില്ല. സമ്മതിക്കണം. വധശിക്ഷന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? അത് ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ അവനെ മാത്രം കൊണ്ടുപോകുന്നത്, പിന്നെ ആ വ്യക്തി തിരിച്ചു വരില്ല. എന്നെ പറയാനുള്ള അവസരം നൽകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നാളെയാണ് ഒരാളുടെ എങ്കിൽ ഇന്ന് അതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രൊസീജിയറോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊരു മാസം മുമ്പേ അല്ല 2 മാസം മുമ്പേ ഫോട്ടോസും മറ്റേ ഫിംഗർ പ്രിന്റ് എല്ലാം ശരിയാക്കും. പിന്നീട് 6 മാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ നാളാണ് സമയത്ത്, ആ സമയത്ത് അവര് വന്ന് വിളിക്കും. ഇപ്പൊ ഒരു ദിവസം മുമ്പ് വരും, പക്ഷെ അവരോട് പറയില്ല. മറ്റേ ഒരു 2-3 ഉദ്യോഗസ്ഥന്മാര് വരും. എന്താണ് എന്റെ പേര്, എന്താ എന്റെ പേര്, എന്താ പ്രശ്നം ഒക്കെ കാലം നോക്കിയിട്ട് പോകും. ഒന്ന് സ്കെച്ച് ഓരോ സമയത്ത് ഓരോ മോഡലാണ് സ്കെച്ച് എടുത്ത്. ആ സമയം വന്ന് വിളിക്കും. ചിലപ്പോൾ വന്ന് വിളിക്കും ഡോറിലോട്ട്, അല്ലെങ്കിൽ അകത്ത് വന്നിട്ട് എടുത്തോണ്ട് പോകും. ഈ വധശ്രമ കേസില് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണോ അവിടെ കാര്യങ്ങള്? ഇപ്പൊ എല്ലാ കേസും തന്നെ സെപ്പറേറ്റ് ആക്കി. ആദ്യം ഒരുമിച്ചായിരുന്നു, ചെറിയ കേസും വലിയ കേസും. വധശിക്ഷയിലെ കൊലപാതക കേസെല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ നമ്മള് കുറെ കാലം ജയിലിൽ കിടന്നപ്പോഴേ ഇനി രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ടാവുമല്ലേ മനസ്സിലെ? അപ്പൊ അതിനെ നിങ്ങൾ പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? മനസ്സിലെ പറഞ്ഞിട്ട് ഇനി രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവില്ല. തവക്കത്തലല്ല എന്ന് പറയും തിരുവനന്തപുരത്തേക്ക് കാണാം. കുറെ കാലം വീട്ടിലോട്ടും വിളിച്ചില്ലായിരുന്നു, നാട്ടുകാരും വിളിച്ചില്ല, ആരും വിളിക്കില്ല. എല്ലാം നിരാശപ്പെട്ടിട്ട് ഇരുന്ന സമയമുണ്ട്. യാതൊരു പുറലോകം ബന്ധപ്പെടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. സഹായിക്കുന്നവരോടും ചില സമയത്ത് ദേഷ്യപ്പെട്ടു. നിങ്ങളെ സഹായിക്കും, ഇവിടെ എത്തി വർഷങ്ങളോളം നീണ്ടു പോവാണ്. ആ ഒരു സംഭവമാണ് ചർച്ചയായത് 2024. എനിക്ക് തോന്നുന്നത് അബ്ദുൾ റഹീമിന്റെ സംസാര രീതികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിനെക്കുറിച്ചൊരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു. ഞാൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നത് നീ നാളെ മോചിതനാവും, പിന്നെ പറയുന്നത് കൈവിട്ടു പോയി, ഓരോ വട്ടം ഓരോ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധാനപ്പെടുത്താൻ വേണ്ടി ചില കള്ളങ്ങൾ പറയുവാണോ, അന്ന് അത് ഭയങ്കര വിഷയമായതാണ്. കൂടുതലും സോഷ്യൽ മീഡിയയിൽ അത് ചില ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നത് ഇതൊക്കെ പടച്ചുവിടുന്ന കഥകളാണ്, അങ്ങനെയാണ്, മറ്റേയാണ്, അവൻ അഹങ്കാരിയാണ്, ഒരുപാട് കഥകൾ, ഒരുപാട്. പിന്നെ അവസാനം പറഞ്ഞു ഇവൻ വരുത്തേ ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പം എന്തായാലും വന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ വീഡിയോ ഇത്ര ഞാൻ ഇവിടെ വെക്കുന്നുള്ളൂ. മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശശികലയെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ വന്നത്. കാരണം വിഷം തുപ്പുന്ന ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം പാവങ്ങളുടെ പെട്ടുപോയി അവനെ എങ്ങനെയും കരകയറ്റി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. തെറ്റുപറ്റാത്തവരാരും ഇല്ലല്ലോ. തിരുത്താൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴത്തേക്ക് എന്നെ ആൾക്കാർ പറഞ്ഞതാണ് തിരുത്താൻ ഒരു അവസരം കൊടുക്കണ്ടേ മോനെ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ല അവരെ വെറുക്കുന്നവർ ലൈക്കും കൂടെ അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൊടുക്കുക. വിശകലമാണ് വിഷം തുപ്പുന്നത് മൊത്തം. ഞാൻ ഇതുപോലൊരു ഞാൻ ഇത്രയ്ക്ക് വെറുത്തിട്ടില്ല ഒരാളെ, ഇത്രയ്ക്ക് ഞാൻ ഒരാളെ വെറുത്തിട്ടില്ല. ഓക്കെ, ഒരു മിനിറ്റ്. പിന്നെ മനസ്സ് മാറും. ചില നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ പലവാദം തെറ്റിദ്ധാരണകൾ കേൾക്കും. എല്ലാം കഴിഞ്ഞ അവസാന മനസ്സിൽ ഒരുപാട്. ഓക്കെ ഗൈസ്, ബൈ. ലവ് യു ഓൾ. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.